അസ്സലാമലൈക്കും. ഇന്ന് വീട്ടിലെ നോമ്പ് മുറിയും നോമ്പ് തുറയും. അതിന് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള റാസ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പാലും ഐസ് ക്യൂബിൽ വാങ്ങാനാണ്. അപ്പം കുറച്ച് ഐറ്റംസും കൂടി അവിടെ നിന്ന് വാങ്ങി, കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ ഫ്രൂട്ട്സ് കടയിലേക്ക് പോയി. പാലും പഞ്ചസാര ഐസ് ക്യൂബൊക്കെ വാങ്ങിയതിന് ശേഷം ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ബത്തയും പപ്പയും പപ്പായയും ചെറുനാരങ്ങയൊക്കെ വാങ്ങി. അതൊക്കെ അവർ റിക്ഷയിൽ വെച്ച് തന്ന് നേരെ വീട്ടിലേക്കെത്തി. അതിന് ആവശ്യമായ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പം എല്ലാം റെഡിയായി. അങ്ങനെ വൈകുന്നേരം 4 മണി കഴിഞ്ഞ് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കുറച്ച് പേരൊത്തിട്ട് വെള്ളമാക്കാനും വത്തക്ക ജ്യൂസാക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങി. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. നല്ല ഇരിക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് തന്നെ വെച്ച് നോമ്പ് മുറിയും നോമ്പ് തുറയൊക്കെ. അപ്പം ബത്തക്ക നമുക്ക് മുറിക്കാം. നല്ല ചുവപ്പുള്ള ബത്തക്ക തന്നെ. അങ്ങനെ കുറച്ച് പേരൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരും എത്തിയിട്ടും വത്തക്ക വെള്ളവും നാരങ്ങ വെള്ളമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നോമ്പ് തുറയും മുറിയും നോമ്പ് തുറയും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം. പിന്നെ 2-3 പേര് വന്നിട്ട് പപ്പായൊക്കെ മുറിച്ചിടാൻ തുടങ്ങി, ബത്തക്ക മുറിക്കാൻ തുടങ്ങി. ഇക്കാക്കമാരൊക്കെ വരാൻ തുടങ്ങി. കുട്ടികളൊക്കെ ലൈറ്റ് ഫിറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2 കിടാവ് വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി. പിന്നെ മത്സരം തന്നെ അവരെ. അങ്ങനെ അവർ ബക്കറ്റ് ഫുള്ള് വെള്ളം നിറച്ച് വെച്ചു. അപ്പം ഫ്രൂട്ട്സും വെള്ളമൊക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അപ്പം എത്തിയിട്ടുണ്ട്, നോക്കട്ടെ. അപ്പം എല്ലാവരും എത്തിയിട്ട് ചുട്ടിട്ടില്ല, വീട്ടിൽ നിന്ന് ഏൽപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം കായടിയും സമൂസയും മുട്ട നിറച്ച ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 5:30 കുറച്ച് ആൾക്കാരും കൂടെ എത്തിക്കൊണ്ട് ഇരിക്കുന്ന. കുറച്ച് പേര് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ റെഡിയായി അപ്പമൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് കുട്ടികൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ ഇരുത്തി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് പിന്നെ വലിയവർ ഇരിക്കാൻ തുടങ്ങി. തിരക്കിൽ വീഡിയോസൊന്നും ശരിയായിട്ടില്ല. ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഒരു വീഡിയോ ആക്കി. എല്ലാവരും കാണണം, ലൈക്ക് ഷെയറൊക്കെ ഇടണേ. അങ്ങനെ ആൾക്കാർ മൊത്തം എത്തി. ഉമ്മയും കാക്കമാരൊക്കെ എത്തി. നമ്മുടെ ലൈറ്റൊക്കെ കത്തി. ആണുങ്ങളൊക്കെ കുറച്ച് ടേബിളിലിരുന്ന്, കുട്ടികളും നമ്മളെ പ്രായക്കാരൊക്കെ നിലത്തിരുന്ന്. മാഷാ അല്ലാ, കാണുമ്പോൾ തന്നെ കുടുംബമൊത്തു കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ.